മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മാൻമിഴി ഉമയമ്മ മെയ് പാതിയായോനെ, വേദാന്തത്താലും അറിഞ്ഞിടാത്ത വേദമൂർത്തയെ, പൂന്തേനെ പീയൂഷമേ ചിന്തിക്കാനാവാത്തവനെ, നിസ്സാരനാകുമെൻ്റെ പിഴ പൊറുക്കും ദേവ, എന്നുടെ കുറ്റമെല്ലാം ഏറ്റു ഞാൻ ചൊല്ലിയിടുന്നേൻ. നിന്നുടെ അടിയാന്മാർ നിന്നോടൊപ്പം ചേർന്നാർ, ഞാനും ഈ പ്രപഞ്ചവും പുറമേ നിൽക്കുകയല്ലോ. അപ്പോൾ ശിവൻ്റെ അടിയാന്മാർ ശിവനോട് ചേർന്നിരിക്കുന്നു. അവരുമായിട്ട് തന്നെ താരതമ്യപ്പെടുത്തുകയാണ് മാണിക്യവാചകർ. തൻ്റെ അവസ്ഥ എന്താണ്? ഞാനും ഈ പ്രപഞ്ചവും പുറമേ നിൽക്കുകയല്ലോ. ഞാനും ഈ പ്രപഞ്ചത്തിലെ മറ്റ് ജനങ്ങളുമെല്ലാം തന്നെ നിന്നോട് ചേരാതെ വേറിട്ട് നിൽക്കുകയാണല്ലോ. നിൻ്റെ അടിയാന്മാർ നിന്നിൽ ലയിച്ച് നിൻ്റെ പാദപത്മങ്ങളിൽ അഭയം പ്രാപിച്ച് സന്തോഷവാന്മാരായി ആനന്ദപാരവശ്യത്തോടെ ജീവിക്കുമ്പോൾ ഞാനും ഈ പ്രപഞ്ചത്തിലെ ജനങ്ങളും എങ്ങനെയാണ്? പുറമേ നിൽക്കുകയാണ്. നിന്നോട് ചേരാതെ നിന്നിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മഹാദുഃഖങ്ങളും ദുരന്തവുമെല്ലാം ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. നോക്കൂ, മാൻമിഴി ഉമയമ്മ മെയ് പാതിയായോനെ, ശിവനെ വിളിക്കുകയാണ്. മാൻമിഴി ഉമയമ്മ, ഉമയമ്മയെ പാതി ശരീരമായിട്ടുള്ളവനെ, പാർവതീദേവി പാതി ശരീരമായിട്ടുള്ള അല്ലയോ ദേവ, വേദാന്തത്താലും അറിഞ്ഞിടാത്ത വേദമൂർത്തിയെ, നീ വേദമൂർത്തിയാണ്. വേദമൂർത്തിയായ നിന്നെ വേദാന്തങ്ങൾ കൊണ്ടുപോലും വേദാഗമങ്ങൾ കൊണ്ടുപോലും മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പോൾ വേദാഗമങ്ങൾ നിരന്തരം മനനം ചെയ്ത വേദജ്ഞന്മാർക്ക് പോലും നിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അല്ലയോ പൂന്തേനെ പീയൂഷമേ, ചിന്തിക്കാനാവാത്തവനെ, ചിന്ത കൊണ്ട് ഒരിക്കലും എത്തിച്ചേരാനാവാത്ത ശിവപദം ആണ് നിൻ്റേത്. നിസ്സാരനാകുമെൻ്റെ പിഴ പൊറുക്കുക. നിസ്സാരനായ അല്പനായ എൻ്റെ ആ പിഴ അങ്ങ് പൊറുത്താലും. എന്നിട്ട് എന്നുടെ കുറ്റമെല്ലാം ഏറ്റു ഞാൻ ചൊല്ലിയിടുന്നേൻ. എൻ്റെ കുറ്റവും കുറവുകളെല്ലാം ഞാൻ അങ്ങയോട് പറയണം. എൻ്റെ പരിമിതികളെക്കുറിച്ചിട്ട്, എൻ്റെ കുറ്റത്തെക്കുറിച്ചിട്ട്, എൻ്റെ കുറവുകളെക്കുറിച്ചിട്ട് എല്ലാം ഞാൻ അങ്ങയോട് തുറന്ന് പറഞ്ഞ് മാപ്പപേക്ഷിക്കുകയാണ്. എൻ്റെ ഈ മാപ്പപേക്ഷ സ്വീകരിച്ചാലും, എൻ്റെ ഈ പ്രായശ്ചിത്തം ചെയ്യുന്ന ഈ കർത്തവ്യം അങ്ങ് സ്വീകരിച്ചാലും ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇതാ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എൻ്റെ കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞിട്ട്, എൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ട്, എൻ്റെ പൊയ്യായ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് ഞാൻ നിൻ്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. നീ എനിക്ക് അഭയം നൽകിയാലും, നിൻ്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും ചേർത്താലും, എൻ പൊയ്യും ഞാനും പുറത്തു പോയി മെയ്യൻ പുനുടേൻ വയ്യാതെയായി, അഹന്തയൊഴിഞ്ഞാരാം ദാസന്മാരെ സൽക്കർമ്മം ചെയ്തു സന്മാർഗം പൂകിച്ചേർന്നല്ലോ നിന്നുടെ ചേവടിയിൽ. നിൻ്റെ അടിയന്മാർ സൽക്കർമ്മം ചെയ്ത് സന്മാർഗമാർഗത്തിലൂടെ സഞ്ചരിച്ച് നിൻ്റെ ചേവടികളെ അഭയം പ്രാപിച്ചു. അപ്പോൾ നിൻ്റെ ഭക്തന്മാർ, നിൻ്റെ ഭക്തദാസന്മാർ സൽക്കർമ്മം ചെയ്യുകയും സന്മാർഗ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർ നിൻ്റെ അടിമയായി തീർന്നു, അടിമകളായി മാറി. അതേപോലെ ഞാനും എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നു? സൽക്കർമ്മം ചെയ്ത്, സത്തായ കർമ്മങ്ങൾ, ശിവകർമ്മങ്ങൾ മാത്രം ചെയ്ത്, ശിവപൂജ ചെയ്ത് സന്മാർഗ വഴിയിലൂടെ, ശിവമാർഗത്തിലൂടെ സഞ്ചരിച്ച് നിൻ്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. നിൻ്റെ അടിയാന്മാരെ പോലെ എൻ പൊയ്യും ഞാനും പുറത്തു പോയി. എൻ്റെ പൊയ്യായ ഈ ജീവിതം ഇപ്പോൾ നിന്നോട് ചേരാതെ പുറത്തു നിൽക്കുകയാണ്.
മെയ് അൻപ് നേടാൻ വയ്യാതെയായി. നിൻ്റെ അൻപ്, നിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ എനിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? എൻ്റെ പ്രവർത്തികൾ സത്പ്രവർത്തികളല്ലായിരുന്നു. എൻ്റെ മാർഗം ശിവമാർഗമായിരുന്നില്ല. ഇന്ന് ഞാൻ സത്പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ശിവമാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, എന്നോട് അൻപ് കാണിക്കുക, എന്നോട് സ്നേഹദയാവായ്പകൾ കാണിക്കുക. അങ്ങനെ ഞാൻ അങ്ങയുടെ ദാസന്മാരിൽ വച്ച് ദാസനായി തീരട്ടെ എന്നാണ് പറയുന്നത്. തരികനുടയോനെ ഞാനാകും അടിയന് മാറാത്ത പ്രേമം നിൻ്റെ ചേവടിയണ തന്നിൽ മോക്ഷമം ലോകം നേടി നിന്നുടെ അടിയാന്മാർ പുറത്തുപോയ ഞാനോ പശുക്കൾ കരയുമ്പോൾ കുരുടൻ പശു കൂടെ കരഞ്ഞിടും പോലെ നിന്നുടെ ചേവടിയിൽ പ്രേമമാർന്നിടാനായി അനഭിജ്ഞനാകിലും അയലത്തിലിരുന്നിട്ട് മയക്കമാർന്നവനായി വിലപിക്കുകയല്ലോ. ഞാൻ വിലപിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനു വേണ്ടി? നിന്നോട് ചേരാൻ വേണ്ടി. പുറത്തു പോയ ഞാനോ, ഞാൻ പുറത്താണ്, നിൻ്റെ അകത്തല്ല. എൻ്റെ ജീവിതം ഇപ്പോൾ ഈ ഭൗതിക ലോകത്തിലാണ്. എനിക്ക് ശിവലോകത്തിലെത്തിച്ചേരണം. അതിനുവേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പുറത്തിരുന്ന് ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിൻ്റെ അടിയാന്മാരോട് ചേരാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. പശുക്കൾ കരയുമ്പോൾ കുരുടൻ പശു കൂടെ കരഞ്ഞിടുന്നത് പോലെയാണ് എൻ്റെ അവസ്ഥ. പശുക്കൾ കരയുമ്പോൾ അവർ എന്തെങ്കിലും അപകടം കണ്ടിട്ടാണ് കരയുന്നത്. പക്ഷേ ഇവിടെ കുരുടനായ പശുവാണ് ഞാൻ. ആ കുരുടനായ പശുവിന് ഒന്നും കാണാനാവില്ല. എങ്കിലും മറ്റു പശുക്കൾ കരയുന്നത് പോലെ, മറ്റ് പശുക്കൾ ശിവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ, മറ്റ് ജീവന്മാർ ശിവന് വേണ്ടി കേഴുന്നത് പോലെ ഞാനും അവരോടൊപ്പം കേഴുകയാണ്. എന്തിനായി? നിന്നുടെ ചേവടിയിൽ പ്രേമമാർന്നു ചേരാൻ വേണ്ടി. പ്രേമത്തോടെ പ്രേമമായി നിന്നോട് ചേരാൻ വേണ്ടി ഞാൻ നിൻ്റെ അടുത്തുനിന്ന് കേഴുകയാണ്. അരികെ എന്നുടയോനെ ഞാനും അടിയാനും ആകാത്ത ആ അവസ്ഥയിൽ പ്രേമത്താൽ നിൻ്റെ ചേവടി അണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിൻ്റെ ചേവടിയിൽ, നിൻ്റെ പാദങ്ങളിൽ ചേരാൻ വേണ്ടി പ്രേമത്തോടെ ഇതാ കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രേമമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഘടകം. ശിവപ്രേമം ഉണ്ടെങ്കിൽ മാത്രമേ ശിവനോട് ചേരാൻ കഴിയുള്ളൂ. ശിവഭക്തിയുടെ ഉന്നത തലത്തിലെത്തിച്ചേർന്നാൽ മാത്രമേ ശിവപ്രേമം ഉണ്ടാവുകയുള്ളൂ. ആ ശിവപ്രേമം ഉണ്ടായാൽ മാത്രമേ ശിവൻ്റെ അടിയാന്മാരോട് ചേരാൻ കഴിയുള്ളൂ. ആ അടിയാന്മാരോട് ചേർന്നാൽ മാത്രമേ ശിവൻ്റെ പാദാരവിന്ദങ്ങളിൽ ലയിച്ചു ചേരാൻ പറ്റുള്ളൂ. ഞാനതൊന്നുകൂടെ വായിക്കാം. തരികനുടയോനെ ഞാനാകും അടിയന് മാറാത്ത പ്രേമം നിൻ്റെ ചേവടി ഇണയിൽ തോന്നേണമേ. മോക്ഷമാം ലോകം നേടി നിന്നുടെ അടിയാന്മാർ പുറത്തുപോയ ഞാനോ പശുക്കൾ കരയുമ്പോൾ കുരുടൻ പശു കൂടെ കരഞ്ഞിടുന്ന പോലെ നിന്നുടെ ചേവടിയിൽ പ്രേമമാർന്നിടാനായി അനഭിജ്ഞനാകിലും അയലത്തിരുന്നിട്ട് മയക്കമാർന്നവനായി ഞാൻ വിലപിക്കുന്നു. ഞാൻ മയക്കമാർന്നിരിക്കുന്നവനാണ്. മായയുടെ പിടിയിൽപ്പെട്ട് ഞാൻ മയങ്ങുകയാണ്. ഉണർന്നവനല്ല. ഉണർവ് എനിക്കിതേവരെ കിട്ടിയിട്ടില്ല. ആ ശിവ ഉണർവ് കിട്ടി ശിവപ്രേമത്തിൽ മുഴുകി ശിവാനന്ദ ലഹരിയിൽ മുഴുകി ആ ശിവ അടിയാന്മാരോടൊത്തു ചേർന്ന് നിന്നെ പ്രേമത്തോടെ പ്രകീർത്തിക്കുമ്പോൾ മാത്രമേ എനിക്ക് നിൻ്റെ പാദാരവിന്ദങ്ങൾ കാണാൻ കഴിയുള്ളൂ. അതിന് അങ്ങ് ഭഗവാനെ അനുഗ്രഹിക്കണമേ എന്നാണ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഘടകം ശിവപ്രേമമാണ്. എൻ്റെ മനസ്സ് ഇപ്പോൾ പൊയ്യായ ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ശിവപ്രേമം അനുഭവിക്കാൻ കഴിയുന്നില്ല. ശിവപ്രേമം അനുഭവിച്ച് ശിവമാർഗത്തിലൂടെ സഞ്ചരിച്ച് ആ ശിവൻ്റെ അടിയാന്മാരോട് ചേർന്ന് നിരന്തരം ശിവപൂജ ചെയ്യുമ്പോൾ അല്ലയോ ഭഗവാൻ, അങ്ങയുടെ ആ കാലിണകൾ എനിക്ക് കാണാൻ അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറയുകയാണ്. അപ്പോൾ തൻ്റെ പൊയ്യായ ജീവിതം മാറ്റി ശിവ മാർഗം എനിക്ക് കാണിച്ചു തന്നാലും. ഇത് ശുദ്ധ തിരുവരുൾ ശിവം വിരിവ് എന്ന് പറഞ്ഞിട്ട്
വള്ളലാർ സ്വാമികളൊരു കവിത എഴുതിയിട്ടുണ്ട്. ശുദ്ധ തിരുവരുൾ ശിവം വിരിവ്. അതായത് ശുദ്ധ തിരുവരുളായ ശിവനെ കുറിച്ചിട്ടാണ് ഇതിൽ വർണ്ണിക്കുന്നത്. ആ ശിവൻ്റെ അനുഗ്രഹം തനിക്ക് കിട്ടണമേ. ശുദ്ധ തിരുവരുളായ ശിവൻ്റെ ആ അനുഗ്രഹം തനിക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. വള്ളലാരുടെ വളരെ പ്രശസ്തമായൊരു പ്രാർത്ഥനയാണിത്. ഇതാ നോക്കൂ. എം പൊരുളാകി എമക്ക് അരുൾ പുരിയും ചെമ്പൊരുളാക്കിയ ശിവമേ ശിവമേ, നീ എന്നെ അനുഗ്രഹിച്ചാലും എൻ്റെ ഉള്ളിലെ പൊരുളായി എന്നെ അനുഗ്രഹിക്കുന്ന ചിറ്റമ്പലത്തിലെ ചുവന്ന പൊരുളായി പ്രകാശിക്കുന്ന ശിവമേ, എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞാലും. ഒരു നില ഇതുവേ ഉയർനിലൈ എന്നും ഒരു തിരുനിലൈ മേവിയ ശിവയ ശിവയേ. എല്ലാ ഉയർന്ന സ്ഥാനങ്ങളിലും വച്ചും ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന അല്ലയോ പുണ്യവാനായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് ലഭിക്കണമേ. മെയ് വൈത്ത് അഴിയാ വെറുവെളി നടുവുറു ദൈവപ്പതിയാം ശിവമേ ശിവമേ. മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ച് അതിൻ്റെ ശിരോമധ്യത്തിൽ അഴിവില്ലാത്ത ചിതാകാശത്തെ സ്ഥാപിച്ച് അതിൻ്റെ മധ്യത്തിൽ വിളങ്ങുന്ന അല്ലയോ ശിവപെരുമാനെ, എന്നെ കൂട്ടിക്കൊണ്ടുപോയാലും. ഇതാ പിന്നെ അടുത്ത് നോക്കൂ. പുരരൈ തൈവർത്തു എനക്കേ പൊന്മുടി ചുട്ടി ചിരമുറ നാട്ടിയ ശിവമേ ശിവമേ. എൻ്റെ കുറ്റങ്ങളെല്ലാം തീർത്ത് എൻ്റെ ശിരസിൽ പൊൻകിരീടം സ്ഥാപിച്ച് അനുഗ്രഹിക്കണമേ ശിവഭഗവാനെ എന്ന് പറയാം. അപ്പോൾ എൻ്റെ കുറ്റങ്ങളെല്ലാം തീർക്കുക. പുരൈതു വിർത്ത് എനക്കേ പൊന്മുടി ചൂട്ടി. എൻ്റെ കുറ്റങ്ങളെല്ലാം തീർത്ത് എന്നെ ആ ശിവ കിരീടം എൻ്റെ ശിരസിൽ അണിയിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുനീറ് അങ്ങയുടെ വിരലുകൾ കൊണ്ട് തന്നെ എൻ്റെ നെറ്റിയിൽ ചാർത്തി എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അങ്ങയുടെ പൊൻകിരീടം എൻ്റെ ശിരസിൽ ചൂടി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ശിവനോട് താണ് വീണ് കേണ് പ്രാർത്ഥിക്കുകയാണ് ഈ കവിതയിൽ ശ്രീ വള്ളലാർ സ്വാമികൾ ചെയ്യുന്നത്. അപ്പോൾ വള്ളലാരെ പോലെയുള്ള സുഹൃതികൾ, മഹായോഗികൾ സഞ്ചരിച്ച പാതയാണ് ഈ ശിവമാർഗം എന്നോർക്കുക. ആ ശിവമാർഗത്തിലൂടെയാണ് നമ്മളും ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ മഹായോഗികളും മഹാഭാഗ്യവാന്മാരും മഹാസുഹൃതികളുമായ ആ മഹായോഗികളുടെ അതേ വഴിയിലൂടെയാണ് നമ്മളും സഞ്ചരിക്കുന്നത് എന്നോർക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ശിവമാർഗത്തിലാണ് ചരിക്കുന്നത് എന്ന് ഓർക്കുക. അങ്ങനെ ശിവമാർഗത്തിലൂടെ നാം ശിവനെ സാക്ഷാത്കരിക്കും തിരുവാചകം കഴിയുമ്പോൾ. അപ്പോൾ തിരുവാചകം കൊണ്ട് എങ്ങനെയാണോ എഴുതി ശിവന് സമർപ്പിച്ചത്, ആ സമർപ്പണത്തിലൂടെ എങ്ങനെയാണോ മാണിക്യവാചകർ ശിവനായി മാറിയത്, ശിവനിൽ സമ്പൂർണമായി ലയിച്ചു ചേർന്നത്, അതുപോലെ ശിവലയത്തിൽ നമുക്കും ലയമാർന്ന് ശിവസുഖം അനുഭവിച്ച് ആ ശിവാനന്ദ ലഹരിയിൽ മുഴുകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശിവായ നമഃ.